ക്കുമ്പോൾ ഒരു അവസരം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തിനാണ് വെറുതെ ഇവിടെ ഭൂരിപക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ബിദ്അത്തുകാരാക്കുന്നത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചര്യ, അവിടുത്തെ സ്വഹാബത്ത് കാണിച്ചു തന്നത്, നബി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വഹാബത്ത് പ്രവർത്തിച്ചത്, ഇതൊക്കെ നമുക്ക് തെളിവാണെന്നിരിക്കെ അവരിത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നത് വളരെ വ്യക്തമായി തെളിഞ്ഞ കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്തിയിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ പേരിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ 7-ന് 14-നൊക്കെയും ഖുർആൻ പാരായണവും നടത്തി അവരുടെ പേരിൽ പ്രത്യേകം ആടിനൊക്കെ അറുത്തുകൊണ്ട് സദഖ ചെയ്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരുടെ പേരിൽ അടിയന്തരം നടത്തിയിരുന്നു എന്നൊക്കെ വ്യക്തമായി തെളിഞ്ഞ കാര്യമാണ്. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു അനാവശ്യമായ കാര്യമാണോ? ഒരു മയ്യത്തിനെ കട്ടിലിൽ വെക്കപ്പെട്ടതിന് ശേഷം ദുആ ചെയ്യുക എന്നത് സുന്നത്തായ കാര്യമാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട 2ാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ഷഹീദായ സമയത്ത് ബഹുമാനപ്പെട്ടവരെ മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെട്ടു. അവരെ ആ ജനാസ മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മയ്യത്തിനരികിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നിൽ അദ്ദേഹത്തിന്റെ പെരടിയിൽ കൈവച്ചുകൊണ്ട് ഒരാളിങ്ങനെ ദുആ ചെയ്യുന്നു. എന്താണ് ദുആ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലുമായി കൊണ്ടുള്ള ബന്ധങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളാണ് പടച്ച റബ്ബേ, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്നിങ്ങനെ ദുആ ചെയ്യുന്ന രംഗം ആരാണ് ദ്വാരക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട 4ാം ഖലീഫയാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. മയ്യത്ത് കട്ടിൽ വെച്ചതിന് ശേഷമാണ് ആ ദുആ ചെയ്യുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു കാര്യം, ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലെന്നാണോ പറയുന്നത്? ഇനി നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മരിച്ചതിന്റെ 7-ഉം 14-ഉം ഒക്കെ കഴിക്കുന്നത് വളരെ കളിയാക്കി, അതൊക്കെ പിന്നെ തീറ്റ പരിപാടികളാണ്, അതൊക്കെ മൂല്യന്മാരുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവര് വസിയത്ത് ചെയ്യുകയാണ് തന്റെ രോഗത്തിൽ. എന്താണെന്നറിയാമോ? ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ആടിനെ അറുത്തുകൊണ്ട് എന്റെ പേരിൽ ദാനധർമ്മം ചെയ്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ആളുകളെ വിളിക്കണമെന്ന് വസിയത്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 14ഓളം സ്വഹാബത്ത് ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് താരീഖുൽ ഉമമി വൽ മുലൂക്ക് തുടങ്ങിയ തബഖാത്ത് പോലുള്ള കിതാബുകളിൽ ഇന്നും രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ്. ഏത് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാലും മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ തന്നെ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തൊക്കെയും ആമീൻ 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 എന്ന് നീട്ടി പറഞ്ഞിരുന്നു എന്ന് ഇബ്നു കസീർ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. അവർ സംഭവം രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഏത് കാര്യങ്ങളായിരുന്നാലും അതിനൊക്കെയും വളരെ വ്യക്തമായ തെളിവുകളുള്ള കാര്യമാണ്. മഹാന്മാരെ അടയാളന്മാരാക്കിക്കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകരുടെ മാതൃകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്ത ചരിത്രത്തിൽ വ്യക്തമായി തെളിഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് അതൊക്കെ ബഹുമാനപ്പെട്ടവരോട് പറയും, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിനി ഉമ്മത്തിക ഫഇന്നഹും ഹലകൂ. നബിയെ, മരണപ്പെട്ട വഫാത്തായ മറവ് ചെയ്യപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിനി ഉമ്മത്തിക ഫഇന്നഹും ഹലകൂ, നിങ്ങളുടെ ഈ സമുദായത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി ദുആരക്കണമെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ദുആ ചെയ്തു. ഈ ഫത്ഹുൽ ബാരി പോലുള്ള കിതാബുകളിൽ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തെളിവുകൾ ഉണ്ട് എന്നിരിക്കെ, ഇതൊക്കെ പല പ്രാവശ്യം നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ വിരിച്ചു കൊടുത്തതാണെന്നിരിക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ വെറുതെ കുഫറിന്റെയും ശിർക്കിന്റെയും ആളുകളാക്കി ചിത്രീകരിച്ചിട്ട് എന്താണ് ജനങ്ങളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, നിങ്ങൾക്ക് പ്രവർത്തിക്കാം, ആരും അതിന് തടസ്സമല്ല. ആർക്കും ഇവിടെ എന്തും പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഇവിടെ ഭൂരിഭാഗം വരുന്ന മറ്റൊരു വിഭാഗത്തെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ നരകത്തിന്റെ ആളുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് മാല മൗലിദുകളൊക്കെ പാടുന്ന മൗലിദുകളൊക്കെ എത്രമാത്രം അതൊക്കെ നരകത്തിലേക്കുള്ളതാണത്രേ. നഫീസത്ത് മാല ഓതി പാടിയിട്ട് എത്ര ആളുകളാണല്ലോ മരണപ്പെട്ടത്.
പടച്ച റബ്ബിനറിയാം. നമ്മളിവരെ കേട്ടിട്ടില്ല. പല കാരണങ്ങളെ കൊണ്ടും പലരും മരിക്കുന്നത് കേട്ടു, മരിച്ചു എന്നത് കേൾക്കാൻ കഴിഞ്ഞെങ്കിലും നഫീസത്ത് മാല ഓതിയതിന്റെ പേരിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം മോശമാണ്. ഇവിടെ അങ്ങാടിയിൽ വെച്ച് പ്രസംഗിച്ചൊരു കാര്യമാണത്. ഇങ്ങനെ എന്തിന് പാവപ്പെട്ട ജനങ്ങളെ വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. നഫീസത്ത് മാലയാവട്ടെ, മൊഹിയുദ്ദീൻ മാലയാവട്ടെ, റിഫായ് മാലയാവട്ടെ, ഇതിലൊക്കെയും പറയപ്പെടുന്നത് എന്താണ്? ആ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ, അവരുടെ കറാമത്തുകൾ, അവരിവിടെ കാണിച്ച കാര്യങ്ങൾ, ഇതൊക്കെ പ്രതിപാദിക്കുന്ന അത് മാല രൂപത്തിലായി എന്നതുകൊണ്ടാണോ നിങ്ങൾ വിമർശിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നഫീസത്ത് മാലയിൽ നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ കറാമത്തുകൾ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ മറിയം ബീവിയുടെ കറാമത്ത് പറയുന്നില്ലേ? മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണങ്ങിയ ഈത്തപ്പന മരം പിടിച്ചു കുലുക്കാൻ വേണ്ടി പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്. ആ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഉണങ്ങിയ ഈത്തപ്പന മരം പിടിച്ചു കുലുക്കിയപ്പോൾ അതിൽ നിന്ന് പഴുത്ത ഈത്തപ്പഴങ്ങൾ താഴെ വീണു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് കൂട്ടിയിട്ടൊരു മാലയാക്കിയാൽ അത് വിമർശിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതുപോലുള്ള സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട മഹത്തുക്കളായ ഔലിയാക്കള്, അതേപോലെ തന്നെ സ്വാലിഹീങ്ങള്, സ്വാലിഹാത്തുകൾ, ഇവരുടെയൊക്കെ ചരിത്രങ്ങളിലുള്ളത്. അത് മാല എന്ന പേരിലായതുകൊണ്ടാണെങ്കിൽ ആ പേര് മാറ്റിയാൽ മതിയല്ലോ. ആ പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ പോരെ? ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നത് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിക്കണം. അതുകൊണ്ട് പാവപ്പെട്ട ഈ സാധു ജനങ്ങളെ നിങ്ങൾ ഇനിയെങ്കിലും ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളാക്കി ചിത്രീകരിക്കുന്നത് മാറ്റണം. നമ്മളൊക്കെ കഴിഞ്ഞ ഒരാഴ്ചന് മുമ്പ് പള്ളിയിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ കൂടുതൽ ഐക്യപ്പെടേണ്ട ഒരു സന്ദർഭമാണ്, കൂടുതൽ ഐക്യപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ശിർക്കും കുഫറും ആരോപിക്കേണ്ടതായ സമയമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വെറുതെ ഒരു വിഭാഗം ആളുകളെ, ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനെ നിങ്ങൾ ഇങ്ങനെ കുഫറിന്റെയും ശിർക്കിന്റെയും ആളുകളാക്കി ചിത്രീകരിച്ച് തള്ളിയിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത്? നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയി ആ സ്വർഗത്തിന്റെ ഒരു മൂലയിലേക്ക് ഉണ്ടാവോ? മുമ്പ് പൂർവികരായ ഉലമാക്കളൊക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണത്. അവിടുന്ന് നിങ്ങൾ കൂക്കിയാൽ കേൾക്കുമോ സഹോദരന്മാരെ എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാര് ചോദിക്കുകയുണ്ടായി. എന്നതുപോലെ ഈ ഞങ്ങളെ ഭൂരിഭാഗം വരുന്ന ആളുകളെ നിങ്ങൾ നരകത്തിന്റെ ആൾക്കാരാക്കി നിങ്ങളൊക്കെയാണ് സ്വർഗത്തിൽ പോയിട്ട് എന്താണ് കിട്ടാനുള്ളത്? പരസ്പരം സഹോദരന്മാരെ എല്ലാവരും സ്വർഗത്തിൽ കടക്കുന്നവരാകണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങളും വെറുപ്പുകളും ഉണ്ടാക്കി വെറുതെ ഒരു വിഭാഗത്തിനെ തള്ളിക്കളയല്ല. ശിർക്കും കുഫറും ഒക്കെ ആരോപിക്കുക എന്ന് പറഞ്ഞത് അതൊരു രസമുള്ള കാര്യമല്ല, അതൊരു സന്തോഷമുള്ള കാര്യമല്ല. നിങ്ങൾ കുറെ കാലം ഞങ്ങളെ ശിർക്കും കുഫറും ആരോപിച്ചു, ഇപ്പൊ നിങ്ങൾ നമ്മെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ വ്യക്തമായി നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ കഴിയും. LCD ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിവിടെ പ്രദർശിപ്പിക്കുന്നില്ല. എത്രമാത്രം കാര്യങ്ങളാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രൂപത്തിൽ പറയുന്നത് എന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടിട്ട് പറഞ്ഞുകൊണ്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അവർകൾ വളരെ വ്യക്തമായിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തിന് സമയം വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ശരിയായ വിധത്തിൽ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് സത്യം ഇന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച് മരണപ്പെടാനുള്ള ഒരു ആത്മപ്രതിജ്ഞയോടുകൂടെ ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. ദുആ ചെയ്തതിന്റെ ശേഷമല്ലാതെ ആരും പോകരുത് എന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.